2004 ഇറങ്ങിയ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ സിനിമയാണ് ദി ഡേ ആഫ്റ്റർ ടുമോറോ. അപ്രതീക്ഷിതമായിട്ട് ഭൂമിയിൽ ഒരു ഐസേജ് ഉണ്ടാകുന്നതും അത് കാരണം ലോകത്തിൽ സംഭവിക്കുന്ന കോലാഹലങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. അന്റാർട്ടിക്കയിലെ ഒരു ദൃശ്യത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഇവിടെ എന്തോ പഠനം നടത്താൻ വേണ്ടി 3 ഗവേഷകർ ക്യാമ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ജാക്കും ഫ്രാങ്കും ക്യാമ്പിനുള്ളിലായിരുന്നു. ജാക്കാണ് സിനിമയിലെ പ്രധാന കഥാപാത്രം. ക്യാമ്പിന് സമീപം നിന്ന് ജെയ്സൺ മഞ്ഞുപാളിയെ തുരക്കുകയാണ്. അങ്ങനെ ഡ്രില്ലിംഗ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് മഞ്ഞുപാളികൾ പിളരാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് രണ്ടുപേരും പുറത്തു വന്ന് നോക്കിയപ്പോൾ ഐസ് പിളർന്ന കുഴിയിലേക്ക് ജെയ്സൺ വീഴാൻ പോകുന്നതാണ് കണ്ടത്. അവരോടി വന്ന് ജെയ്സനെ രക്ഷിച്ചു. പക്ഷെ അവരുടെ ഗവേഷണത്തെ സംബന്ധിച്ച ചില രേഖകൾ മറുവശത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് നഷ്ടമായാൽ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതെല്ലാം പാഴായി പോകും. അതുകൊണ്ട് അതെടുക്കാൻ വേണ്ടി ജാക്ക് മറുവശത്തിലേക്ക് ചാടി. അവിടുന്ന് രേഖകൾ എടുത്തിട്ട് തിരിച്ചു ചാടിയതും അവൻ കാലുകുത്തിയ ഭാഗവും പിളർന്ന് കുഴിയിൽ പോയി. ഭാഗ്യത്തിന് അവന്റെ കയ്യിൽ ഒരു ടൂൾ ഉണ്ടായിരുന്നു. അത് മഞ്ഞിൽ കുത്തിവെച്ച് അതിൽ പിടിച്ചു തൂങ്ങി നിന്നു. അപ്പോൾ മറ്റു രണ്ടുപേരും കൂടെ വന്ന് ജാക്കിനെ രക്ഷപ്പെടുത്തി. അടുത്ത രംഗത്തിൽ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ന്യൂഡൽഹിയിൽ വെച്ച് നടത്തുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ മീറ്റിംഗിൽ ജാക്ക് തന്റെ കണ്ടെത്തലുകളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. മനുഷ്യരാശിയുടെ അമിതമായ ഫോസിൽ ഫ്യൂൽസിന്റെ ഉപയോഗം കാരണം ഇപ്പോൾ ആഗോള താപനില കൂടിയതിനാൽ ധ്രുവങ്ങളിലുള്ള മഞ്ഞുകട്ടകളെല്ലാം വളരെ വേഗം ഉരുകിക്കൊണ്ടിരിക്കുകയാണെന്നും അത് കാരണം ഇനി അധികം വൈകാതെ ഒരു തീവ്രമായ ഐസേജ് വരുമെന്നും ജാക്ക് പറഞ്ഞു വിവരിച്ചു കൊടുത്തു. ഇതെപ്പോഴായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു UN പ്രതിനിധി ചോദിച്ചു. അപ്പോൾ ഇതൊരു പക്ഷേ 100 വർഷങ്ങൾ കഴിഞ്ഞോ 1000 വർഷങ്ങൾക്ക് ശേഷമോ സംഭവിക്കാമെന്ന് ജാക്ക് മറുപടി നൽകി. അത് മാത്രമല്ല, എത്രയും വേഗം തന്നെ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയുടെ കാര്യം കഷ്ടത്തിലാകുമെന്നും ജാക്ക് മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഗ്ലോബൽ വാർമിങ്ങിനെ തടയുക എന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. അതിനൊരുപാട് കോടികൾ ചിലവാക്കേണ്ടി വരും. അതുകൊണ്ട് നീ പറയുന്നതൊന്നും പ്രായോഗികമല്ലെന്നും ഇതത്ര വലിയ കാര്യമൊന്നുമല്ലെന്നും പറഞ്ഞ് US വൈസ് പ്രസിഡന്റ് ജാക്കിനെ കളിയാക്കി. എന്നാൽ ഇപ്പോൾ അന്റാർട്ടിക്കയിൽ നിന്നും പിളർന്ന മഞ്ഞ കഷ്ണത്തിന് ഒരു വലിയ ദ്വീപിനേക്കാൾ വലിപ്പമുണ്ടായിരുന്നുവെന്നും ശകലമെങ്കിലും ബോധമുള്ളവരാണെങ്കിൽ തീർച്ചയായും അതിനെ ഗൗരവമായിട്ടെടുക്കുമെന്നും പറഞ്ഞ് ജാക്ക് വൈസ് പ്രസിഡന്റിനെ തിരിച്ചു കളിയാക്കി. ഈ സമയം പുറത്ത് ശക്തമായ മഞ്ഞ് പൊഴിയുന്നത് നമുക്ക് കാണാം. സാധാരണഗതിയിൽ ന്യൂഡൽഹിയിൽ ഒരിക്കലും ഇങ്ങനെ മഞ്ഞ് വീഴാത്തതാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ലോകത്തിനെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശേഷം മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സ്കോട്ട്ലൻഡിലെ ഒരു റിസർച്ചറായ ടെറി ജാക്കിനെ കാണാൻ വന്നു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് അയാൾ ജാക്കിനെ കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത് സ്കോട്ട്ലൻഡിലെ ക്ലൈമറ്റ് റിസർച്ച് സെന്ററാണ് കാണിക്കുന്നത്. അവിടെ 2 പേര് വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുകയാണ്. ഒരാൾ വളരെ കഷ്ടപ്പെട്ട് ഫുട്ബോൾ കാണുന്നു, മറ്റേയാൾ ഉത്തരവാദിത്തത്തോടുകൂടി ഉറങ്ങുന്നു. ഉറങ്ങുന്നവന്റെ കൂർക്കം വലി കേട്ട് സഹിക്കാതെ അവനെ മറ്റവൻ വന്നുണർത്തി. എണീറ്റ് വെള്ളം കുടിക്കാൻ പോയതും സിസ്റ്റത്തിൽ ഒരു അലർട്ട് കാണിക്കുന്നത് സൈമൺ ശ്രദ്ധിച്ചു. അതെന്താണെന്ന് നോക്കിയപ്പോൾ ജോർജിയ തീരത്തിൽ 13 ഡിഗ്രി സെൽഷ്യസ് താപനില കുറഞ്ഞതായിട്ട് കാണിക്കുന്നു. അത് സിസ്റ്റത്തിലുള്ള എറർ ആയിരിക്കുമെന്ന് ഡെനിസ് പറഞ്ഞു. അതുകൊണ്ട് സൈമണും അത് കാര്യമാക്കിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇന്ത്യയിൽ പോയ ടെറി തിരികെ എത്തി. മീറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് സൈമൺ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് ടെറി പറഞ്ഞു. ജപ്പാനിലെ ദൃശ്യമാണ് അടുത്തു കാണിക്കുന്നത്. അടുത്ത ദിവസം ശക്തമായ മഴയുണ്ടായിരിക്കുമെന്നും സേഫ്റ്റിക്ക് വേണ്ടി എത്രയും വേഗം എല്ലാവരും വീട്ടിലേക്ക് പോകണമെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് വാഹനം തെരുവിലൂടെ പോവുകയാണ്. വാഹനം പോയി കുറച്ചു കഴിഞ്ഞതും പെട്ടെന്ന് അവിടെ ഐസ് മഴ പെയ്യാൻ തുടങ്ങി. വലിയ വലിയ ഐസ് കട്ടകൾ വന്ന് വീണു ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചു. പലരുടെയും തലമണ്ടയിൽ കൂടെ ഐസ് വീണു. ജനാലകളും കെട്ടിടങ്ങളുടെ മറ്റു ചില ഭാഗങ്ങളും ഒക്കെ തകർന്നു. അങ്ങനെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ഈ സമയം ജാക്കിന്റെ വീട്ടിൽ ജാക്കിന്റെ മകൻ സാം ഏതോ ഒരു സ്ഥലത്തിൽ അതിശക്തമായ ചുഴലിക്കാറ്റ് വീശുന്ന ന്യൂസ് കാണുകയായിരുന്നു. കാറ്റിന്റെ ശക്തിയിൽ വീടുകൾ വരെ തകരുന്നുവെന്നാണ് ന്യൂസിൽ പറയുന്നത്. അതിനിടയിൽ ജാക്ക് വീട്ടിലേക്ക് കോൾ ചെയ്തു. ജാക്കിന്റെ വൈഫ് ലൂസിയാണ് ഫോൺ എടുത്തത്. സാം ഒരു വിഷയത്തിൽ തോറ്റു. അവൻ സാധാരണ എല്ലാ വിഷയത്തിനും A വാങ്ങുന്നവനാണ്. പിന്നെങ്ങനെ ഇത് സംഭവിച്ചുവെന്ന് ജാക്ക് ലൂസിയോട് ചോദിച്ചു. പക്ഷെ ലൂസി അതൊരു വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പഠിത്തത്തിന്റെ കാര്യമൊക്കെ അവൻ നോക്കിക്കൊള്ളുമെന്നാണ് അവൾ പറയുന്നത്. ഫോൺ വയ്ക്കുന്നതിന് മുന്നേ സാമിന് ന്യൂയോർക്കിൽ വെച്ചൊരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടെന്നും അതുകൊണ്ട് അവനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ നീ വരണമെന്നും ലൂസി ആവശ്യപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് ജാക്കിനെ കാണാൻ അവന്റെ ഫ്രണ്ട് ടോം വന്നു. അയാൾ ഒരു പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫീസറാണ്. നീ എന്തിനാണ് വൈസ് പ്രസിഡന്റിനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചതെന്ന് ചോദിച്ച് അവൻ ജാക്കിനെ വഴക്ക് പറഞ്ഞു.
അയാൾ സംസാരിക്കുന്നതിനിടയിൽ എനിക്കിത് കേട്ടോണ്ട് നിൽക്കാൻ സമയമൊന്നുമില്ല എന്ന് പറഞ്ഞ് ജാക്ക് തിടുക്കത്തിൽ അവിടെ നിന്നും ഇറങ്ങി. എന്നിട്ട് സാമിനെ പിക്ക് ചെയ്യാൻ പോയി. ജാക്ക് വരാൻ താമസിച്ചതുകൊണ്ട് സാം ഒരു ടാക്സി വിളിച്ച് പോകാൻ ഒരുങ്ങുകയായിരുന്നു. ജാക്ക് വന്ന് കാശ് കൊടുത്ത് ടാക്സിയെ പറഞ്ഞയച്ചു. എന്നിട്ട് സാമിനെയും കൊണ്ട് എയർപോർട്ടിലേക്ക് പോയി. പോകുന്നതിനിടയിൽ നീ എങ്ങനെയാണ് കണക്കിൽ ഫെയിൽ ആയതെന്ന് ജാക്ക് ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ എല്ലാ ഉത്തരങ്ങളും ശരിയായിട്ട് തന്നെയാണ് എഴുതിയത്. പക്ഷെ കണക്ക് കൂട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ പേപ്പറിൽ എഴുതിയില്ല. അതുകൊണ്ടാണ് അയാൾ എന്നെ തോൽപ്പിച്ചതെന്ന് സാം പറഞ്ഞു. നീ എന്താ അതൊന്നും എഴുതാത്തതെന്ന് ജാക്ക് ചോദിച്ചപ്പോൾ എഴുതി കണക്കുകൂട്ടി നോക്കാതെ അതൊക്കെ എനിക്ക് മനസ്സിൽ തന്നെ കണക്കുകൂട്ടാൻ കഴിയുമെന്ന് സാം പറഞ്ഞു. എന്നാൽ പിന്നെ നീ അത് പ്രൊഫസറിനോട് പറഞ്ഞോ എന്ന് ജാക്ക് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു. പക്ഷെ അയാൾക്ക് അങ്ങനെ മനസ്സിൽ കണക്കുകൂട്ടി നോക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കും അത് പറ്റില്ലെന്നും ഞാൻ ചീറ്റ് ചെയ്തിട്ടാണ് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചതെന്നുമാണ് അയാൾ പറയുന്നതെന്നും സാം മറുപടി നൽകി. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ എയർപോർട്ടിലെത്തി. നീ പേടിക്കേണ്ട, ഞാൻ പ്രൊഫസറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ജാക്ക് സാമിനെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ അവൻ കൂടുതലൊന്നും പറയാതെ കാറിൽ നിന്നും ഇറങ്ങിപ്പോയി. സാമിന്റെ ലൈഫിൽ അവന്റെ അച്ഛന്റെ സാന്നിധ്യം അവന് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കാരണം ജാക്ക് എപ്പോഴും ജോലി തിരക്കിലാണ്. അതിന്റെ ദേഷ്യവും സാമിനുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ളവർ ഭൂമിയിൽ ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളുന്നത് കണ്ടു. അസാധാരണ വലിപ്പമുള്ള ആ വലിയ ചുഴലിക്കാറ്റുകൾ കണ്ട് അവർ ശരിക്കും അത്ഭുതപ്പെട്ടു. ഈ സമയം സാമും അവന്റെ 2 കൂട്ടുകാരും വിമാനത്തിലായിരുന്നു. പ്ലെയിൻ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. സാം ആദ്യമായിട്ടാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ഭയങ്കര ടെൻഷനിലാണ്. അത് മനസ്സിലാക്കിയ ബ്രെയിൻ എന്ന കൂട്ടുകാരൻ പ്ലെയിൻ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞ് സാമിനെ പേടിപ്പെടുത്തി. നീ ഒന്നും മിണ്ടാതിരിയടാ എന്നും പറഞ്ഞ് ലോറ ബ്രെയിനോട് ദേഷ്യപ്പെട്ടു. ഇവന് പ്രാന്താണ്, നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞ് ലോറ സാമിനെ ധൈര്യപ്പെടുത്തി. എന്നാൽ ഉടൻ തന്നെ കാലാവസ്ഥ കുറച്ച് മോശമാണെന്നും അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് എല്ലാവരും വളരെ സൂക്ഷിച്ചിരിക്കണമെന്നും പൈലറ്റ് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. അത് കേട്ട് പേടിച്ച സാം ലോറയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. സ്കോട്ട്ലൻഡ് ലേക്ക് റിസർച്ച് സെന്ററിൽ ജോർജിയ തീരത്തിലുള്ള സെൻസർ 13 ഡിഗ്രി താപനില കുറഞ്ഞതായിട്ട് കാണിക്കുന്നത് ടെറിയും ശ്രദ്ധിച്ചു. അവിടെയുള്ള സെൻസർ കേടായതായിരിക്കുമെന്ന് സൈമൺ പറഞ്ഞു. പക്ഷേ ഉടൻ തന്നെ മറ്റു പല കടലുകളിൽ സ്ഥാപിച്ചിരുന്ന സെൻസറുകളിലും താപനില കുറയുന്നതായിട്ട് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ താപനില ശരിക്കും കുറയുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ന്യൂയോർക്കിലെത്തിയ സാമും കൂട്ടുകാരും ഒരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിപ്പോയി. ഇനി കുറച്ചു ദൂരം കൂടെ പോകേണ്ടതേയുള്ളൂ. അതുകൊണ്ട് അവര് ടാക്സിയിൽ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങി. പുറത്തിറങ്ങിയതും എന്തിൽ നിന്നോ പേടിച്ചോടുന്നത് പോലെ ഒരുപാട് പക്ഷികൾ അസാധാരണമായിട്ട് പറന്നുപോയി. അത് കണ്ട് ജനങ്ങളെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു. പക്ഷികൾ മാത്രമല്ല, മറ്റ് മൃഗങ്ങളെല്ലാം അസാധാരണമായിട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. സാമും ഫ്രണ്ട്സും കോമ്പറ്റീഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ വേറൊരു ടീമും ഇവർക്ക് സമാനമായ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആ ടീമിലെ JD എന്നൊരുത്തൻ ലോറയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് സാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രി സ്കൂളിലെ പാർട്ടിയുടെ രംഗമാണ് അടുത്തു കാണിക്കുന്നത്. സാമും ഫ്രണ്ട്സും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവരാണ് കോമ്പറ്റീഷനിൽ ജയിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ നേരത്തെ കണ്ട JD അവിടെ വന്ന് നിന്നെ ഞാൻ ഈ സ്കൂൾ മുഴുവൻ ചുറ്റി കാണിക്കാമെന്ന് ലോറയോട് പറഞ്ഞു. അങ്ങനെ അവൾ JDക്കൊപ്പം പോയി. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയില്ലടേ എന്ന് പറഞ്ഞ് സാമിനെ ബ്രെയിൻ കളിയാക്കി. ഈ സമയം ടെറി ഉറങ്ങിക്കിടക്കുന്ന ജാക്കിനെ വിളിച്ച് നീ ന്യൂഡൽഹിയിൽ വെച്ച് പറഞ്ഞതുപോലെയൊക്കെ കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചു. പക്ഷെ ഇതിനിയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് സംഭവിക്കുമെന്നാണ് ഞാൻ കരുതിയതെന്ന് അതിശയത്തോടെ ജാക്ക് പറഞ്ഞു. എന്താണെന്നറിയില്ല, പക്ഷെ എല്ലാം പെട്ടെന്ന് തന്നെ സംഭവിക്കുകയാണെന്നും കാലാവസ്ഥ മനസ്സിലാക്കാൻ നിന്റെ സഹായം വേണ്ടിവരുമെന്നും ടെറി പറഞ്ഞു. നേരത്തെ ജപ്പാനിൽ കണ്ടതുപോലെ ഇപ്പോൾ ലോസ് ഏഞ്ചൽസിലും ഐസ് മഴ പെയ്യാൻ തുടങ്ങി. ആ വിവരം ഒരു ന്യൂസ് റിപ്പോർട്ടർ വെതർ ഫോർകാസ്റ്റിംഗ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചു. വെതർ സ്റ്റേഷനിലുള്ളയാൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ലോസ് ഏഞ്ചൽസിൽ ടൊർണാഡോകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. ഉടൻ തന്നെ അയാൾ ടൊർണാഡോ അലർട്ട് പ്രഖ്യാപിച്ചു. അധികം വൈകാതെ ലോസ് ഏഞ്ചൽസിൽ അസാധാരണമായ വലിയ ചുഴലിക്കാറ്റുകൾ ആകാശത്തിൽ പതിയെ പതിയെ രൂപം കൊണ്ടു. ഉടൻ തന്നെ അവ സിറ്റിയെ നശിപ്പിക്കാൻ തുടങ്ങി. സിറ്റിയെ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ന്യൂസ് ചാനലുകൾ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരുന്നു. വാഹനങ്ങളെയും വിമാനങ്ങളെയും വരെ ചുഴലിക്കാറ്റുകൾ തൂക്കിയെറിയുകയാണ്. അവ പോകുന്ന പാതയിലുള്ള കെട്ടിടങ്ങളെല്ലാം വലിച്ചു കീറുന്നത് പോലെ തകരുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞതും കുറെ ടൊർണാഡോകളെല്ലാം ഒരുമിച്ച് കൂടി വലിയൊരു ഗംഭീരമായ ടൊർണാഡോയായി മാറി. ഒരുപക്ഷെ ഗോഡ്സില്ലയെ വരെ ഈ മെഗാ ടൊർണാഡോ തൂക്കിയെറിയുമായിരിക്കും. ഈ വാർത്തകളെല്ലാം ന്യൂയോർക്കിൽ മത്സരത്തിന് പോയ സ്റ്റുഡൻസ് കാണുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ചുഴലിക്കാറ്റിൽ കുറെ വിമാനങ്ങൾ തകർന്നത് കാരണം പ്ലെയിൻ സർവീസുകളെല്ലാം അടിയന്തരമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. എല്ലാ വിമാനയാത്രകളും ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അങ്ങനെ സാമും കൂട്ടരും ന്യൂയോർക്കിൽ കുടുങ്ങിപ്പോയി. ശേഷം സയന്റിസ്റ്റുകളെല്ലാം ചേർന്ന് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചർച്ച ചെയ്യാൻ വാഷിംഗ്ടൺ DC-യിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. പലരും സാധ്യതയുള്ള പല വിവരങ്ങളും നൽകി.
നാസയുടെ പ്രതിനിധി ജാനറ്റും അവിടെയുണ്ടായിരുന്നു. ഒരുപക്ഷെ സോളാർ ആക്ടിവിറ്റി കാരണമായിരിക്കുമോ ഇത് സംഭവിക്കുന്നതെന്ന് മീറ്റിംഗിന്റെ ഹെഡായ ടോം ചോദിച്ചു. പക്ഷേ സോളാർ ആക്ടിവിറ്റികളിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, അത് നമ്മൾ കൺഫേം ചെയ്തുവെന്ന് ജാനറ്റ് പറഞ്ഞു. എന്നാൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യം ജാക്കിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് മഞ്ഞുകട്ടകൾ ഉരുകുന്നതിലൂടെ സമുദ്രങ്ങളുടെ ഒഴുക്കുകൾ മാറി മറിയുന്നത് കാരണമാണ് അതിനോടൊപ്പം കാലാവസ്ഥകളും തകിടം മറിയുന്നതെന്ന് ജാക്ക് എല്ലാവർക്കും വിവരിച്ചു കൊടുത്തു. അതിനുള്ള കൃത്യമായ തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ജാക്ക് പറഞ്ഞു. അത് മാത്രമല്ല, ഞാനൊരു വെതർ മോഡൽ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിലൂടെ ഈ കാലാവസ്ഥയെ ഒരു പരിധിവരെ നമുക്ക് പ്രവചിക്കാൻ കഴിയുമെന്നും ജാക്ക് കൂട്ടിച്ചേർത്തു. പക്ഷേ വെതർ മോഡൽ പൂർണ്ണമായി രൂപപ്പെടുത്തിയിട്ടില്ല. അത് പൂർണ്ണമായാൽ മാത്രമേ കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയുകയുള്ളൂ. അതിനെനിക്ക് നിങ്ങളുടെ കാലാവസ്ഥയുടെ മുഴുവൻ ഡാറ്റയും വേണമെന്ന് ജാക്ക് ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഇനിയും സംഭവിക്കുമോ എന്ന് അത്ഭുതത്തോടെ ടോം ചോദിച്ചു. അപ്പോൾ ഇനിയും ഇത് സംഭവിക്കുമെന്ന് മാത്രമല്ല, ഇനി വരുന്നത് ഇതിനേക്കാൾ തീവ്രമായ പ്രശ്നങ്ങളായിരിക്കുമെന്ന് ജാക്ക് പറഞ്ഞു. ജാക്ക് പറയുന്നതെല്ലാം ഒരുപക്ഷെ ശരിയായിരിക്കുമെന്ന് തോന്നിയ ടോം അവന്റെ തിയറി ശരിയാണെന്ന് തെളിയിക്കാനും വെതർ മോഡൽ പൂർണ്ണമാക്കാനും അവന് 2 ദിവസത്തെ സമയം കൊടുത്തു. അങ്ങനെ രാത്രിയും പകലുമില്ലാതെ അവനും അവന്റെ ടീമും ഒപ്പം ജാനറ്റും ജോലി ചെയ്തു. അതിലൂടെ ഇനിയും 2 മാസങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ പുതിയൊരു ഐസേജ് ഉണ്ടാകുമെന്നവർ കണ്ടുപിടിച്ചു. അവൻ ഉടനെ സാമിനെ വിളിച്ചു. നാളെ ഇവിടെ നിന്നും ഒരു ട്രെയിൻ പോകുന്നുണ്ടെന്നും വൈകാതെ തന്നെ ഞാൻ DC-യിൽ എത്തുമെന്നും സാം പറഞ്ഞു. ഇതുവരേക്കും DC-യിൽ മാത്രമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തത്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് സാമിനോട് DC-യിൽ വരാൻ ജാക്ക് ആവശ്യപ്പെടുന്നത്. ഫോൺ വെച്ച ശേഷം ഫ്രണ്ട്സിന്റെ പക്കൽ പോയപ്പോൾ നമുക്ക് തൽക്കാലം തങ്ങാൻ JD ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടെന്നും അങ്ങോട്ട് പോകാമെന്നും ലോറ സാമിനോട് പറഞ്ഞു. അടുത്ത ദിവസം തന്റെ കണ്ടെത്തലുകൾ വൈസ് പ്രസിഡന്റിനെ അറിയിക്കാൻ ജാക്കും ടോമും പോയി. ഇനി 2 മാസങ്ങൾക്കുള്ളിൽ ഐസേജ് വരുമെന്ന് ജാക്ക് വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞു. എന്നിട്ട് എത്രയും വേഗം തന്നെ നോർത്തേൺ ഭാഗങ്ങളിലുള്ളവരോട് അവിടെ നിന്നും മാറി സൗത്തിലോട്ട് വരാൻ അറിയിപ്പ് കൊടുക്കണമെന്നും ജാക്ക് നിർദ്ദേശിച്ചു. പക്ഷേ ജാക്കിന്റെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും വൈസ് പ്രസിഡന്റ് കാര്യമായിട്ടെടുത്തില്ല. കഴിഞ്ഞ തവണ ഇത് നമ്മുടെ ജീവിതകാലത്തിൽ സംഭവിക്കില്ലെന്നല്ലേ നീ പറഞ്ഞത്, പിന്നെന്താ നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് അയാൾ ജാക്കിനോട് ചോദിച്ചു. അത് തെറ്റായ നിഗമനമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ പറയുന്നതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അയാൾ അവിടെ നിന്നും ഒരു മീറ്റിംഗിന് പോയി. ഈ സമയം നോർത്തേൺ യൂറോപ്പിൽ കഴിഞ്ഞ 24 മണിക്കൂറുകളായിട്ട് നിർത്താതെ മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞിൽ കുടുങ്ങിയ റോയൽ ഫാമിലിയെ രക്ഷിക്കാൻ ഒരു കൂട്ടം ഹെലികോപ്റ്ററുകൾ നോർത്തിലേക്ക് പോയി. പക്ഷേ മേഘങ്ങൾ കാരണം അവർക്ക് കൃത്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവരൊരു വലിയ ചുഴലിക്കാറ്റിന്റെ ഉള്ളിൽ അകപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്ററുകൾ തണുത്തുറയാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ഹെലികോപ്റ്ററുകളും ചെന്ന് നിലം പതിച്ചു. ഒരാൾ ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിച്ചതും ഉടൻ തന്നെ അവൻ ഫ്രീസ് ആയി പോയി. ഈ വിവരം അറിഞ്ഞ ടെറി ജാക്കിനെ വിളിച്ച് കാര്യം അറിയിച്ചു. നോർത്തേൺ യൂറോപ്പിലെ താപനില ക്ഷിപ്രനേരം കൊണ്ട് -65 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയെന്നും ആൾക്കാരൊക്കെ നിന്ന നിൽപ്പിൽ ഫ്രീസ് ആയി പോയെന്നും ടെറി പറഞ്ഞു. പക്ഷെ ആർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ടെറിയുടെ പക്കൽ നോർത്തേൺ യൂറോപ്പിന്റെ ധാരാളം ഡേറ്റയുണ്ട്. എന്നാൽ അതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ മാത്രം പവർഫുൾ ആയ കമ്പ്യൂട്ടർ അവർക്കില്ല. അതുകൊണ്ട് അയാൾ എല്ലാ ഡാറ്റയും ജാക്കിന് അയച്ചു കൊടുത്തു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ സ്കോട്ട്ലൻഡിന് മുകളിൽ വലിയൊരു ഹ്യൂരിക്കെയിൻ രൂപം കൊണ്ടതായിട്ട് കണ്ടു. പക്ഷേ കരയിൽ ഒരിക്കലും ഹ്യൂരിക്കെയിൻ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അത് കണ്ട ജാക്കും ടീമും ആകെ അത്ഭുതപ്പെട്ടു പോയി. ഈ സമയം ന്യൂയോർക്കിൽ തോരാതെ മഴ പെയ്യുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇവിടെ മഴയാണ്. സാമും ഫ്രണ്ട്സും JDയുടെ ഫ്ളാറ്റിലെത്തി. അതവന്റെ അച്ഛന്റെ ഫ്ളാറ്റാണ്. മഴ കാരണം ന്യൂയോർക്ക് മുഴുവൻ വെള്ളപ്പൊക്കമാകാൻ തുടങ്ങിയിരിക്കുന്നു. ഏതാനും ചില സെക്കൻഡുകൾ കൊണ്ട് സമുദ്രനിരപ്പ് 25 അടി ഉയർന്നു. അതുകൊണ്ട് ട്രെയിൻ സർവീസുകളെല്ലാം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്ന വാർത്ത സാമും കൂട്ടരും ടിവിയിലൂടെ കണ്ടു. വാർത്തയറിഞ്ഞ JD അവന്റെ അനിയന്റെ പക്കൽ പോകാൻ തീരുമാനിച്ചു. വേണമെങ്കിൽ പോകുന്ന വഴിക്ക് നിങ്ങളെയും സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് JD പറഞ്ഞു. അങ്ങനെ അവർ പുറത്തിറങ്ങിയതും സിറ്റി മുഴുവൻ വെള്ളപ്പൊക്കം കൊണ്ട് നിറയുന്നത് കണ്ട് നമുക്കിവിടെ തന്നെ നിന്നാൽ പോരെ എന്ന് ലോറ ചോദിച്ചു. പക്ഷേ നമ്മൾ എത്രയും വേഗത്തിൽ വീട്ടിൽ പോകണമെന്ന് സാം പറഞ്ഞു. ഈ സമയം സമീപത്തുള്ള ഒരു മൃഗശാലയിൽ ചെന്നായ്ക്കളെ പൂട്ടിയിരുന്ന സെല്ല് തകർന്നിരിക്കുന്നത് സെക്യൂരിറ്റി കണ്ടു. അപ്പോൾ ചെന്നായ്ക്കളെല്ലാം സിറ്റിയിലോട്ട് ഇറങ്ങിക്കാണുമെന്ന് അയാൾക്ക് മനസ്സിലായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ വാഹനങ്ങൾക്കൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞു. എല്ലാവരും വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാൻ സമീപത്തുള്ള ഉയർന്ന കെട്ടിടങ്ങളിലേക്ക് കയറാൻ തുടങ്ങി. ഇതിനിടയിൽ ഒരു ദ്വീപ് മുഴുവനായും സമുദ്രം കൊണ്ട് മൂടുന്നത് വാർത്തയിൽ കാണാം. ഇനി എന്തായാലും യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് സാമിനും കൂട്ടർക്കും മനസ്സിലായി. ഇനി തിരിച്ച് JDയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാനും കഴിയില്ല. അതുകൊണ്ട് അവരും സമീപത്ത് കണ്ട ഒരു വലിയ ലൈബ്രറിയിലേക്ക് ഓടിക്കയറി. ബാക്കി 3 പേരും ലൈബ്രറിയിലെത്തി. പക്ഷേ ലോറ ഒരു കാറിനുള്ളിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാൻ പോയി.
ആ സമയത്തിൽ വളരെ വലിയൊരു സുനാമി ന്യൂയോർക്ക് സിറ്റിയിലേക്ക് വന്നു. വലിയൊരു വൻ മതിൽ പോലെ ജലം സിറ്റിയിലേക്ക് ഇരച്ചു കയറി. അകലിൽ നിന്നും ജലം ഉയർന്നു വരുന്നത് കണ്ട് ലോറയും പെട്ടെന്ന് ലൈബ്രറിയിലേക്ക് ഓടിക്കയറി. മുടിനാരിഴയ്ക്കാണ് അവൾ രക്ഷപ്പെട്ടത്. ജാക്കും ടീമും കണ്ടെത്തിയ വിവരങ്ങൾ ടെറിയുടെ ടീമിന് ജാക്ക് പറഞ്ഞുകൊടുത്തു. സ്കോട്ട്ലൻഡിൽ കണ്ട ഹ്യൂറിക്കെയിൻ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നും തണുത്ത വായുവിനെ താഴോട്ട് കൊണ്ടുവരികയാണെന്നും അതുകൊണ്ടാണ് ഹ്യൂറിക്കെയിൻ വീശുന്ന സ്ഥലത്തിലുള്ള എല്ലാം ഞൊടിയിടയിൽ ഫ്രീസ് ആകുന്നതെന്നും ജാക്ക് വിവരിച്ചു. ഇത് സ്കോട്ട്ലൻഡിൽ മാത്രം സംഭവിക്കുകയല്ല, ലോകം മുഴുവൻ സംഭവിക്കുന്നുണ്ട്. ഈ ഹ്യൂറിക്കെയിൻസ് എല്ലാം തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ ലോകം മുഴുവൻ വ്യാപിക്കുന്ന തരത്തിൽ വലുതാകും. അങ്ങനെ 2 ആഴ്ച കൊണ്ട് നമ്മുടെ ലോകം പുതിയൊരു ഐസ് ഏജിലോട്ട് പ്രവേശിക്കുമെന്നും ജാക്ക് പറഞ്ഞു. ഇതൊക്കെ കേട്ട ടെറിയും കൂട്ടരും ആകെ വിഷമത്തിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ടെറി ചോദിച്ചപ്പോൾ ഇനി നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ലെന്നും എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് മാത്രമാണ് ഏറ്റവും ഉത്തമമായ കാര്യമെന്നും ജാക്ക് പറഞ്ഞു. ടെറിയുടെ കോൾ കഴിഞ്ഞതും ന്യൂയോർക്കിൽ സംഭവിച്ച വെള്ളപ്പൊക്കത്തിന്റെ വിവരം അറിയിച്ചുകൊണ്ട് ജാക്കിന് മറ്റൊരു കോൾ വന്നു. ലൈബ്രറിയിൽ എല്ലാവരും ഫോൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആർക്കും തന്നെ സിഗ്നൽ കിട്ടുന്നില്ല. വെള്ളം നിറഞ്ഞ താഴത്തെ നിലയിൽ പേ ഫോൺസ് ഉണ്ടെന്ന് ലൈബ്രറിയിലെ വൃദ്ധ സാമിനോട് പറഞ്ഞു. പേ ഫോൺസിന് സിഗ്നലിന്റെ പ്രശ്നമുണ്ടായിരിക്കില്ല. അവൻ ഉടനെ താഴോട്ട് പോയി ഒരു പേ ഫോൺ കണ്ടെത്തി. എന്നിട്ട് ജാക്കിനെ വിളിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ജാക്ക് സാമിന് പറഞ്ഞുകൊടുത്തു. എന്നിട്ട് പുറത്തിറങ്ങരുതെന്നും ഇറങ്ങിയാൽ ഉടൻ തന്നെ ഫ്രീസ് ആയി പോകുമെന്നും എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടിയിട്ട് കത്തിച്ച് ചൂടുണ്ടാക്കാൻ ശ്രമിക്കാനും നിർദ്ദേശിച്ചു. പക്ഷേ സംസാരിക്കുന്നതിനിടയിൽ ആ ഫ്ലോർ മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ സാം മറുപടി പറയുന്നതിന് മുന്നേ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അവൻ മുങ്ങി മരിക്കുമോ എന്നോർത്ത് ലോറ ശരിക്കും പേടിച്ചുപോയി. പക്ഷെ അവൻ കുറച്ചു കഴിഞ്ഞതും ഉയർന്നു വന്നു. സാമിനെ രക്ഷിക്കാൻ ന്യൂയോർക്കിലോട്ട് നേരിട്ട് പോകാമെന്ന് ജാക്ക് തീരുമാനിച്ചു. അവൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതിനിടയിൽ നീ ഒരിക്കൽ കൂടെ കാര്യങ്ങളൊക്കെ അധികാരികളോട് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ടോം വന്ന് പറഞ്ഞു. കാരണം ഇനിയും ഒരുപാട് പേര് നോർത്തിലുണ്ട്. അവരെല്ലാം നോർത്തിൽ നിന്നും ഇവാക്യുവേറ്റ് ചെയ്തില്ലെങ്കിൽ അവരെല്ലാം കൊല്ലപ്പെടും. പക്ഷേ ഞാനത് നേരത്തെ ശ്രമിച്ചതല്ലേ എന്ന് ജാക്ക് ദേഷ്യത്തിൽ ചോദിച്ചു. അപ്പോൾ നീ ഇനി വൈസ് പ്രസിഡന്റിനോടല്ല നേരിട്ട് പ്രസിഡന്റിനോടായിരിക്കും കാര്യം സംസാരിക്കാൻ പോകുന്നതെന്ന് ടോം പറഞ്ഞു. പുറത്തെന്തോ ശബ്ദം കേട്ടപ്പോൾ ലൈബ്രറിയിൽ നിന്നവർ ജനാലകൾ വഴി പുറത്തേക്ക് നോക്കി. അപ്പോഴൊരു വലിയ കപ്പൽ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് കണ്ടു. വാഹനങ്ങളിൽ തട്ടി ആ കപ്പൽ അവിടെ നിന്നു. ജാക്ക് പ്രസിഡന്റിന് മുന്നിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. ഇനിയും 2 ആഴ്ചയ്ക്കുള്ളിൽ നോർത്തേൺ ഹെമിസ്ഫിയർ മുഴുവനായും മഞ്ഞിൽ മൂടപ്പെടും. അനന്തരഫലമായിട്ട് ലോകത്തിൽ പുതിയൊരു ഐസ് ഏജും ഉണ്ടാകും. ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ കഴിയുന്ന എത്ര സൗത്തിലേക്ക് പോവുക എന്നത് മാത്രമാണ് ഒരേയൊരു മാർഗം. ഇപ്പോൾ തന്നെ നോർത്തിലെ കുറെ ഭാഗങ്ങൾ മഞ്ഞുകൊണ്ട് നിറഞ്ഞു. അവിടെ കുടുങ്ങിപ്പോയവരെ ഒന്നും നമുക്കിനി രക്ഷിക്കാനാകില്ല. കാരണം അവർ പുറത്തിറങ്ങിയാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഫ്രീസായി മരണപ്പെടും. അങ്ങനെ അവനെല്ലാം പ്രസിഡന്റിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റും അവിടെ ഉണ്ടായിരുന്നു. അയാൾ വീണ്ടും എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്യുന്ന ആശയത്തിനെ എതിർത്തു. പക്ഷേ ബാക്കി എല്ലാവരും ജാക്കിന്റെ നിർദ്ദേശത്തിനോട് യോജിച്ചു. അതുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള എല്ലാവരെയും എത്രയും വേഗം ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ പ്രസിഡന്റ് ഉത്തരവിട്ടു. സ്കോട്ട്ലൻഡിലെ വെതർ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയ ടെറിയും കൂട്ടരും അവർക്കിനി ഒരു രീതിയിലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ വിഷമത്തോടെ മരണത്തിനു വേണ്ടി കാത്തിരുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ സ്റ്റേഷനിലെ ഇന്ധനം തീരുകയും അങ്ങനെ കറണ്ട് നഷ്ടമാവുകയും ചെയ്തു. ഇനി അവർക്ക് അധിക നേരം ആയുസില്ല. ലൈബ്രറിക്ക് പുറത്തുകൂടെ ഒരുപാട് പേര് നടന്നു പോകുന്നത് ലൈബ്രറിയിലുള്ളവർ കണ്ടു. മഞ്ഞിന്റെ തീവ്രത കൂടുന്നതിന് മുന്നേ അവരെല്ലാം ന്യൂയോർക്കിൽ നിന്നും സൗത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അത് കണ്ടപ്പോൾ നമുക്കും സൗത്തിലോട്ട് പോകാമെന്ന് ലൈബ്രറിയിലുള്ളവർ തീരുമാനിച്ചു. പക്ഷെ അത് വലിയ അപകടമാണ്. ഇനിയും അധികം വൈകാതെ ഇവിടെ ഹ്യൂറിക്കെയിൻ എത്തും. അപ്പോൾ പുറത്തു നിൽക്കുന്നവരെല്ലാം നൊടിയിടയിൽ തണുത്തു മരവിച്ചു പോകും. അതുകൊണ്ട് ഇവിടെ തന്നെ കുറച്ച് ദിവസങ്ങൾ നിന്ന ശേഷം തണുപ്പ് കുറഞ്ഞ ശേഷം പോകുന്നതാണ് നല്ലതെന്ന് സാം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആരും തന്നെ അത് വകവെച്ചില്ല. അങ്ങനെ സാമും ഫ്രണ്ട്സും പിന്നെ കുറച്ചു പേരും ഒഴികെ ബാക്കി എല്ലാവരും യാത്രയായി. പ്രസിഡന്റിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ച ശേഷം ജാക്ക് ന്യൂയോർക്കിൽ സാമിന്റെ പക്കൽ പോകാനൊരുങ്ങി. അപ്പോൾ ജേസനും ഫ്രാങ്കും അവന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ 3 പേരും കൂടെ ന്യൂയോർക്കിലേക്ക് യാത്രയായി. അന്ന് രാത്രി ലൈബ്രറിയിലുള്ളവർ അവിടെ ഇരുന്ന പുസ്തകങ്ങളൊക്കെ വാരിക്കൂട്ടിയിട്ട് കത്തിച്ച് ചൂട് കണ്ടെത്തി. അനാവശ്യമായ ചരിത്ര പുസ്തകങ്ങളും അതിനേക്കാൾ അനാവശ്യമായ ടാക്സിന്റെ പുസ്തകങ്ങളും ഒക്കെയാണ് അവരാദ്യം കത്തിക്കാൻ വേണ്ടി എടുത്തത്. അവർക്കൊരു കേടായ റേഡിയോയും കിട്ടി. ബ്രെയിൻ അതിനെ ശരിയാക്കിയെടുത്തു. അതിലൂടെയാണ് അവർ പുറത്തുള്ള വിവരങ്ങളൊക്കെ അറിയുന്നത്. ഇത്രയും മഞ്ഞു മൂടിയ അവസ്ഥയിൽ നിന്റെ അച്ഛൻ ഇവിടം വരെ എത്തുമെന്ന് തോന്നുന്നില്ല എന്ന് പരിഭവത്തോടെ ബ്രെയിൻ പറഞ്ഞു. പക്ഷേ സാമിന് പ്രതീക്ഷയുണ്ട്. മൊത്തം മഞ്ഞു മൂടിയ വഴികളിലൂടെ ജാക്കും കൂട്ടരും കാർ ഓടിക്കുകയാണ്.
കുറെ ദൂരം എത്തിയതും ഒരു വാഹനത്തിലിടിച്ച് വണ്ടി നിന്നു. ഇനി അവർക്ക് വാഹനത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. ലൈബ്രറിയിൽ നിന്നും പുറത്തുപോയ പലരും ഒരുപക്ഷെ സൗത്തിലെത്തുന്നതിന് മുന്നേ മരിച്ചു പോകുമെന്ന് ഭയക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് ലൈബ്രറിയിൽ തന്നെ നിന്നാൽ മതിയായിരുന്നുവെന്ന് പലരും ചിന്തിക്കുകയാണ്. ലൈബ്രറിയിൽ എല്ലാവരും തീ കൂട്ടുകയും കഴിയുന്ന എത്ര ആഹാരങ്ങളൊക്കെ ശേഖരിക്കുകയുമാണ്. അതിനിടയിൽ നിന്റെ ഏറ്റവും ഫേവറേറ്റ് ട്രിപ്പ് ഏതാണെന്ന് ലോറ സാമിനോട് ചോദിച്ചു. അപ്പോൾ ഒരിക്കൽ തന്റെ അച്ഛന്റെ കൂടെ ഗ്രീൻലൻഡിൽ പോയ കാര്യം സാം പറഞ്ഞു. അന്ന് അവരുടെ കപ്പൽ തകരാറിലായതിനാൽ അവർ ഗ്രീൻലൻഡിൽ 10 ദിവസം കുടുങ്ങിപ്പോയി. അങ്ങനെ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ 10 ദിവസം ചിലവഴിക്കാൻ പറ്റി. അതുകൊണ്ടാണ് അതെന്റെ ഏറ്റവും ഫേവറേറ്റ് ട്രിപ്പ് എന്ന് സാം പറഞ്ഞു. അടുത്ത ദിവസം ജാക്കും കൂട്ടരും കൂടെ മഞ്ഞിലൂടെ നടക്കുകയായിരുന്നു. നല്ല കട്ടിയുള്ള സ്യൂട്ടുകളും മാസ്കും ഒക്കെ ധരിച്ചാണ് അവർ നടക്കുന്നത്. പക്ഷെ ഒരിടത്തെത്തിയപ്പോൾ ബാഗിന്റെ വെയിറ്റ് കാരണം മഞ്ഞ് പിളർന്നു പോയി. അവരൊരു കെട്ടിടത്തിന്റെ മുകളിലൂടെ ആയിരുന്നു നടന്നത്. കെട്ടിടത്തിന്റെ ഗ്ലാസ് ആണ് ശരിക്കും പൊട്ടിയത്. അങ്ങനെ ഫ്രാങ്കും ബാഗും ഉള്ളിലേക്ക് വീണു. എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഉള്ളിലോട്ട് വീഴാൻ പോയി. ഭാഗ്യത്തിന് ജാക്ക് തന്റെ കത്തി ഉപയോഗിച്ച് മഞ്ഞിൽ പിടിച്ചു നിന്നു. ഒരുപാട് ഉയരത്തിലാണ് ഫ്രാങ്ക് തൂങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് നിലത്ത് വീണാൽ മരണം ഉറപ്പാണ്. അധികം വൈകാതെ ജെയ്സൺ നിന്ന ഗ്ലാസും പൊട്ടാൻ തുടങ്ങി. അതുകൊണ്ട് മറ്റു രണ്ടുപേരെയും രക്ഷിക്കാൻ ഫ്രാങ്ക് സ്വയം തന്റെ കയറിനെ മുറിച്ചു കളഞ്ഞു. അങ്ങനെ അവൻ ചെന്ന് നിലത്ത് വീണ് കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ജെയ്സണും ജാക്കും രക്ഷപ്പെട്ടു. ഈ സമയം മെക്സിക്കോയിലെ ഒരു റെഫ്യൂജി ക്യാമ്പിന്റെ ദൃശ്യമാണ് അടുത്തു കാണിക്കുന്നത്. അവിടെ വൈസ് പ്രസിഡന്റിന് ഒരു സന്ദേശം ലഭിച്ചു. പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ മഞ്ഞിൽ കുടുങ്ങി പ്രസിഡന്റും കൂടെയുള്ളവരും കൊല്ലപ്പെട്ടുവെന്നായിരുന്നു സന്ദേശം. അടുത്ത ദിവസം രാത്രിയായപ്പോൾ ലോറയ്ക്ക് കടുത്ത പനി പിടികൂടി. അവളുടെ കാലിൽ ഒരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇൻഫെക്ഷനാണ് ഈ പനിയുടെ കാരണം. എത്രയും വേഗം പെനിസിലിൻ മരുന്ന് കൊടുത്തില്ലെങ്കിൽ അധികം വൈകാതെ അവൾ മരണപ്പെടുമെന്ന് ലൈബ്രറിയിലെ സ്ത്രീ പറഞ്ഞുകൊടുത്തു. ഈ സമയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ളവർ ഭൂമിയിലെ ബൃഹത്തായ ഹ്യൂരിക്കെയിൻസിനെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലോകം മുഴുവൻ മേഘങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതിന്റെ ചിത്രങ്ങൾ അവർ പല വെതർ സ്റ്റേഷനിലും അയച്ചു കൊടുത്തു. അത് ലഭിച്ചപ്പോൾ ജാനറ്റും ടോമും കൂടെ അത് പരിശോധിച്ചു നോക്കി. അതിലൂടെ ഇനിയും 1 മണിക്കൂറിനുള്ളിൽ ഒരു ഹ്യൂരിക്കെയിൻ ന്യൂയോർക്കിൽ വരുമെന്ന് കണ്ടുപിടിച്ചു. നടക്കുന്നതിനിടയിൽ ജെയ്സൺ കുഴഞ്ഞു വീണു. പിന്നെ ജെയ്സനെയും വലിച്ചിഴച്ചുകൊണ്ട് ജാക്ക് വീണ്ടും നടന്നു. ലൈബ്രറിയിൽ സാമും ബ്രെയിനും ജേഡിയും കൂടെ മൂടി പുതച്ചുകൊണ്ട് സമീപത്തുള്ള കപ്പലിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം കപ്പലിൽ ധാരാളം മരുന്നുകളുണ്ട്. അതിൽ തീർച്ചയായും പെനിസിലിനും ഉണ്ടായിരിക്കും. അങ്ങനെ അവർ രണ്ടും കൽപ്പിച്ച് കപ്പലിലേക്ക് പോയി. പക്ഷെ അവർ കപ്പലിൽ കയറിയതും തൊട്ടു പിന്നാലെ നേരത്തെ മൃഗശാലയിൽ നിന്നും പുറത്തു ചാടിയ ചെന്നായ്ക്കളും അവിടെ എത്തി. മണം പിടിച്ച് അവയും കപ്പലിലേക്ക് ഓടിക്കയറി. കുറെ നേരം കഴിഞ്ഞപ്പോൾ ബ്രെയിൻ പെനിസിലിൻ കണ്ടെത്തി. തിരിച്ചു പോകാൻ നിന്നതും കപ്പലിൽ ആഹാരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മെസ്സ് കണ്ടു. അപ്പോൾ പിന്നെ കുറച്ച് ആഹാരവും കൂടെ എടുത്തിട്ട് പോകാമെന്ന് അവർ കരുതി. അങ്ങനെ അവർ ആഹാരം തിരയുന്നതിനിടയിൽ മെസ്സിൽ ചെന്നായ്ക്കളുമെത്തി. എല്ലാവരും കൂടെ ഒരു മുറിയിലേക്ക് ഓടിക്കയറി മുറിയുടെ വാതിലടച്ച് രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുന്നതിനിടയിൽ ജേഡിയുടെ കാലിന് കടി കിട്ടി. ചെന്നായ്ക്കൾ മെസ്സിലുള്ള ആഹാരമൊക്കെ തിന്നാൻ തുടങ്ങി. ഈ സമയം ഹ്യൂരിക്കെയിൻ ന്യൂയോർക്കിന് മുകളിൽ എത്തിയിരുന്നു. അത് മനസ്സിലാക്കിയപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ച് ലൈബ്രറിയിലേക്ക് പോകണമെന്ന് സാം പറഞ്ഞു. ചെന്നായ്ക്കളെ ഓടിക്കാൻ അവനൊരു പദ്ധതിയുണ്ട്. അവൻ വളരെ വേഗം മെസ്സിന് പുറത്തേക്ക് ഓടി. അപ്പോൾ ചെന്നായ്ക്കളും അവന്റെ പിന്നാലെ പോയി. ചെന്നായ്ക്കൾ മെസ്സിന് പുറത്തു പോയതും ബ്രെയിനും ജേഡിയും കൂടെ മെസ്സിന്റെ വാതിൽ അടച്ചു. ഇനി ചെന്നായ്ക്കൾക്ക് മെസ്സിൽ കയറാൻ കഴിയില്ല. പുറത്തിറങ്ങിയ സാം പുറത്തേക്കുള്ള വാതിലും ലോക്ക് ചെയ്തു. അതുകൊണ്ടിനി ചെന്നായ്ക്കൾക്ക് പുറത്തു കടക്കാനും കഴിയില്ല. അങ്ങനെ അവർ ചെന്നായ്ക്കളെ ഉള്ളിൽ കുടുക്കിയിട്ടു. ശേഷം കോണിപ്പടിയിലൂടെ കയറി സാം മെസ്സിന്റെ മറ്റൊരു വാതിലിലൂടെ ഉള്ളിൽ വന്നു. ജെയ്സനെയും കൊണ്ട് നടന്ന ജാക്ക് അകലിൽ നിന്നും ഹ്യൂരിക്കെയിൻ വരുന്നത് ശ്രദ്ധിച്ചു. അവൻ ഉടൻ തന്നെ ഒരു കെട്ടിടത്തിന്റെ ചിമ്മിനിയിലൂടെ ജെയ്സനെയും എടുത്തിട്ട ശേഷം അവനും ഉള്ളിലോട്ട് ചാടി. എന്നിട്ട് ക്യാമ്പും സെറ്റ് ചെയ്ത് കുറച്ച് തീയും കൂട്ടാൻ തുടങ്ങി. കപ്പലിൽ നിന്നും ഇറങ്ങിയ സാമും ബ്രെയിനും കൂടെ ജേഡിയെ കഷ്ടപ്പെട്ട് വലിച്ചിഴച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് അവരും ഹ്യൂരിക്കെയിൻ വരുന്നത് കണ്ടത്. പെട്ടെന്ന് അവർ ഓടി ലൈബ്രറിയിലേക്ക് കയറി. എന്നിട്ട് അവർ താമസിക്കുന്ന റൂമിന്റെ വാതിലൊക്കെ അടച്ചിട്ടു. ഒരു കാരണവശാലും തീ അണയരുതെന്ന് സാം എല്ലാവരോടും പറഞ്ഞു. അവർ കൂടുതൽ പുസ്തകങ്ങൾ തീയിലിട്ട് കത്തിച്ചുകൊണ്ടിരുന്നു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ജെയ്സൺ ഉണർന്നു. സംഭവിച്ചതെല്ലാം ജാക്ക് അവന് വിവരിച്ചു കൊടുത്തു. ഹ്യൂരിക്കെയിൻ ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്നും മാറിയിരിക്കുന്നു. അതുകൊണ്ട് സ്യൂട്ടുകളൊക്കെ ധരിച്ച് വീണ്ടും അവർ യാത്ര തുടർന്നു. കുറെ ദൂരം നടന്ന ശേഷം അന്ന് രാത്രി അവർ ക്യാമ്പ് കൂട്ടി അവിടെ തങ്ങി. മനുഷ്യരാശിക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് ജെയ്സൺ ജാക്കിനോട് ചോദിച്ചു. അപ്പോൾ ഇതിനേക്കാൾ തീവ്രമായിരുന്ന അവസാനത്തെ ഐസ് ഏജിനെ നമ്മൾ അതിജീവിച്ചുവെന്നും അതുകൊണ്ട് തീർച്ചയായും ഇതിനെയും നമ്മൾ അതിജീവിക്കുമെന്നും ജാക്ക് പറഞ്ഞു.
അടുത്ത ദിവസം സ്പേസ് സ്റ്റേഷനിലുള്ളവർ ഹ്യൂറിക്കെയിൻസ് ഒക്കെ അവസാനിക്കുന്ന ദൃശ്യം കണ്ടു. കുറെ ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അവർ നിലം കാണുന്നത്. ജാക്കും ജെയ്സണും വീണ്ടും യാത്ര തുടർന്നു. കുറെ മണിക്കൂറുകൾക്ക് ശേഷം അവസാനം അവർ ന്യൂയോർക്കിലെത്തി. അധികം വൈകാതെ അവർ ലൈബ്രറിയും കണ്ടെത്തി. ലൈബ്രറിയുടെ ചെറിയൊരു ഭാഗം മാത്രമേ പുറത്ത് കാണാൻ കഴിയുന്നുള്ളൂ. ബാക്കി മുഴുവൻ മഞ്ഞിൽ മൂടിക്കിടക്കുകയാണ്. അവരുള്ളിൽ കയറി നോക്കിയപ്പോൾ ഉള്ളിലും എല്ലായിടത്തും മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. പരിഭവത്തോടെ അവർ കൂടുതൽ ഉള്ളിലേക്ക് പോയി. ഒരു റൂമിന് മുന്നിലെത്തിയപ്പോൾ ഉള്ളിൽ വെളിച്ചമുള്ളതായിട്ട് കണ്ടു. അങ്ങനെ അവർ ആ മുറി തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ട് കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ ജാക്കിനും ജെയ്സനും വളരെ സന്തോഷമായി. സാം ഓടി വന്ന് ജാക്കിനെ കെട്ടിപ്പിടിച്ചു. മെക്സിക്കോ റെഫ്യൂജി ക്യാമ്പിന്റെ ദൃശ്യമാണ് അടുത്തു കാണിക്കുന്നത്. നേരത്തെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. ജാക്ക് ന്യൂയോർക്കിലെത്തിയെന്നും അവിടെ കുറച്ചുപേർ അതിജീവിക്കുന്നുണ്ടെന്നും ടോമിന് ജാക്ക് സന്ദേശം നൽകി. അത് ടോം വന്ന് പ്രസിഡന്റിനോട് പറഞ്ഞു. അങ്ങനെ അവരെ രക്ഷിക്കാൻ വേണ്ടി പ്രസിഡന്റ് ഹെലികോപ്റ്റേഴ്സ് അയച്ചു. അവർക്ക് പുറമെ വേറെയും ധാരാളം മനുഷ്യർ പല പല കെട്ടിടങ്ങളിലായിട്ട് ഇങ്ങനെ അതിജീവിക്കുന്നുണ്ടായിരുന്നു. അവരെ എല്ലാം ഹെലികോപ്റ്റേഴ്സ് വന്ന് രക്ഷിച്ചു. അവസാനം നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ ഗതി വന്നതെന്നും ഇതിലൂടെ ഇനിയെങ്കിലും നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന പാഠം പഠിച്ചുവെന്നും പ്രസിഡന്റ് ന്യൂസിലൂടെ അറിയിപ്പ് നൽകി. അവസാനം എല്ലാം കലങ്ങിത്തെളിഞ്ഞ ഭൂമിയെ കാണിക്കുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്.